ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് പോകണം. അപ്പോൾ ചെറിയ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല ടൈറ്റാനിക് പോലത്തെ ഒരു ഷിപ്പിലാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ അൽ മക്തൂം ടെർമിനൽ 2 നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ അത് റാഷിദ് പോർട്ടിലാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങളിതാ എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ അകത്ത് കയറി നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് പേരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടെയൊക്കെ തന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളോടൊപ്പം ഇക്കടെ ഓഫീസിലെ 2 ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 ഫാമിലി ആയിട്ടാണ് ഒരുമിച്ചാണ് ക്രൂസിൽ പോയത്. പിന്നെ നമ്മളിതാ എയർപോർട്ടിൽ ഉള്ള ബോർഡിംഗ് പാസ് എടുക്കുന്നതിനുള്ള എങ്ങനെയാണോ പ്രൊസീജിയേഴ്സ് അതേപോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഷിപ്പിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഷിപ്പിൽ കയറാൻ പോകുന്നത്. ഇതിനും ഒരു 2 ഡേ സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അത് ക്യൂൻ എലിസബത്ത് ക്രൂസിലായിരുന്നു. പക്ഷെ അത് മൂവ് ചെയ്യുന്ന ഷിപ്പല്ല. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അകത്തോട്ടൊക്കെ കയറി. ഇവിടെ നമ്മൾ ബോർഡിംഗ് പാസിന് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു കാർഡ് കിട്ടും, നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ പാസ്പോർട്ടും നമുക്ക് ആ കിട്ടിയ കാർഡും ഇവിടെ കാണിക്കണം. അപ്പോൾ ആ കാർഡ് എന്ന് പറയുന്നത് നമ്മൾ റൂം നമ്പറും അങ്ങനെ ഏതൊരാവശ്യത്തിനും നമ്മൾ ആ കാർഡ് കാണിക്കണം. നമ്മളെ റൂം വന്നിട്ട് 11th ഫ്ലോറാണ്, അതായത് ഏറ്റവും മുകളിൽ. അപ്പം നമുക്ക് നല്ലൊരു അതായത് ഏറ്റവും മുകളിൽ തന്നെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതിന് മുകളിലാണ് നമുക്ക് ഫുഡിൻ്റെ ഡെക്കൊക്കെ വരുന്നത്. അങ്ങനെ റൂമിൽ നമ്മൾ ലഗേജൊക്കെ വെച്ചതിന് ശേഷം നമ്മളിനി ഷിപ്പിനകത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്താണ് വീഡിയോ കാണിക്കുന്നത്. കാരണം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പോലെ എല്ലാം ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുക്കും, പിന്നെ കുറേ ഇങ്ങനെ നല്ലപോലെ ചുറ്റും ഇങ്ങനെ നോക്കും. അങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. കാരണം ഫുള്ള് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, അത് എടുത്തുകൊണ്ടിരുന്നാൽ എനിക്കൊന്നും കാണാനും പറ്റില്ല. അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നമ്മളിതാ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഓൾറെഡി ഷോ ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഒരു 7:30 ഒരു സമയമായി. അപ്പം പിന്നെ നമ്മൾ ആ ഷോ ചെയ്യുന്ന അവരോടൊപ്പം നമുക്ക് ഫോട്ടോ ഒക്കെ നിന്നെടുക്കാം. ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ വെർട്ടിക്കലിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാൻ ലോങ് ഇടണമെന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല. അപ്പോൾ ഇത് ഷിപ്പിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ട് നമ്മൾ നോക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 9 മണിക്കാണ് ഷിപ്പ് എടുക്കുന്നത്. 9 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും ഖത്തറിലെത്തും. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും നിൽപ്പുണ്ട്. ഇപ്പം ഏകദേശം 9 മണി ആയിട്ടുണ്ട്. ഷിപ്പ് സ്റ്റാർട്ടായി ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഫോൺ നല്ല ഞാൻ ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഫോണോ വല്ല സ്ലിപ്പായി വല്ലതും പോയി കഴിഞ്ഞാലും പിന്നെ അത് കിട്ടില്ല. അപ്പോൾ അങ്ങനെ പേടിച്ചാണ് ഞാൻ ഓരോ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ക്രൂസിൽ നമ്മൾ സെക്കൻഡ് ഡേ ആയി. അപ്പോൾ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ആക്ടിവിറ്റീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല പാട്ടും ബഹളമൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ സോങ്ങൊക്കെ കോപ്പറേറ്റ് വരുമെന്നുള്ളതുകൊണ്ട് എല്ലാം ഓഫ് ചെയ്തിട്ടു. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഖത്തർ എത്താറായി. എത്തിയെന്ന് തന്നെ അവിടെ പറയാം കേട്ടോ. അപ്പോൾ ഖത്തർ പോർട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഈ ക്രൂസ് എന്ന് പറയുന്നത് നമുക്ക് 3 ഡേയ്സും 2 നൈറ്റ്സും ആണ്. അപ്പോൾ അതിന് ഉള്ളിൽ, അതായത് നമ്മൾ ഫസ്റ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞത് ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് ഖത്തറിലെത്തും. അപ്പോൾ ഖത്തറിൽ നിന്ന് അവിടെ നിന്ന് രാത്രി 9 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് 3ാമത്തെ ദിവസമാണ് നമ്മളിവിടെ തിരിച്ച് ദുബായിലെത്തുന്നത്. ഇത് ഖത്തർ പോർട്ടിനകത്തുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. കൊള്ളാം, നല്ല രസമുണ്ട്. നമ്മളെ കടലിൻ്റെ അടിയിൽ പോയതുപോലെ ഉണ്ട് ഈ ഒരു ഫീല്. അപ്പോൾ ക്രൂസിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് 3 ഡേയ്സും 2 നൈറ്റ്സും ആണ്. അപ്പോൾ അതിന് ഒരാൾക്ക് 800 ദിർഹംസ് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി ടാക്സിയൊക്കെ പിടിച്ചിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രൈവർ നമുക്ക് മെയിനായിട്ടുള്ള എവിടെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള, അതായത് നല്ല പ്ലേസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫസ്റ്റ് പോയത് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് പോയത്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ദുബായിനെക്കാട്ടിലും ട്രാഫിക് കുറവാണെന്ന് തോന്നുന്നു. നമ്മൾ അന്ന് പോയത് വീക്കെൻഡ് സമയത്താണെങ്കിലും റോഡിലൊന്നും വലിയ ട്രാഫിക്കും ബഹളമോ അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. പിന്നെ നിങ്ങൾ ഇത് കണ്ടോ, ഫുള്ളും പച്ചമയം. ഈ ഒരു ഭാഗം ഫുള്ളും എല്ലാ ബിൽഡിങ്ങും നല്ല പച്ച കളറ്.
പിന്നെ ദാ ഇത് കാണുമ്പോൾ എനിക്ക് UK ബിൽഡിങ് UK പോയിട്ടൊന്നും ഇല്ലെങ്കിലും ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സെയിം ഏകദേശം ഇതുപോലെ ആയിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ഖത്തറിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇത് കാണുമ്പോൾ തോന്നുന്നില്ലേ? അടുത്തത് നമ്മൾ ഖത്തറിലെ നല്ല ഫേമസ് ആയിട്ടുള്ള മോളിലാണ് വന്നത്, മോൾ ഓഫ് വില്ലേജിയോ. പെട്ടെന്ന് നമ്മൾ സ്കൈയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഒറിജിനലായിട്ടാണെന്ന് വിചാരിക്കും. പക്ഷേ അതെന്തോ തുണിയൊക്കെ കൊണ്ടുണ്ടാക്കി എന്തോ ഒരു സംഭവമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഈ മാളിനകത്ത് കൂടുതലും ഫേമസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഷോപ്സാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് നമ്മൾ തിരിച്ച് ക്രൂസിലെത്തിയത്. അപ്പോൾ ക്രൂസ് 9 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ 8 മണിക്ക് അവിടെ എത്തിയിരിക്കണം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയതാ ക്രൂസിലെത്തി. അപ്പോൾ ഓരോ ഡെക്കിലും ഓരോ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ സോഡിയക്ക് തിയേറ്ററിൽ പോയത്. അപ്പോൾ അവിടെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, അതായത് ഫസ്റ്റ് ഡേ നമ്മൾ കയറിയ സമയത്ത് ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 8:30 ആ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഇതാണ് സോഡിയാക്ക് തിയേറ്റർ. അപ്പോൾ ഇതിനകത്താണ് ഷോ നടക്കുന്നത്. അപ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ സൗണ്ടൊക്കെ ഓഫ് ചെയ്തു. അപ്പം ഒരു ഷോ മാത്രമല്ല 2-3 ഷോ ഇതുപോലെ ഒരേ സമയത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും മുകളിൽ ഇതുപോലെ DJ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒരുമിച്ചല്ല, കാരണം ഓരോ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡെക്കിൽ അടുത്ത ടൈമിനായിരിക്കും അടുത്ത ഷോ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഏകദേശം ഒരുവിധം കാണാൻ പറ്റി. പിന്നെ ഇത് അതിൻ്റെ മുകളിൽ തന്നെ ഉള്ള ഒരു ബുട്ടീക്കാണ്. അപ്പം ഇവിടെ ഇഷ്ടംപോലെ നിറയെ ഐറ്റംസ് അതിൽ കാണിക്കും. അതായത് ബാഗും ഡ്രസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ പേ ചെയ്തിട്ട് വേണം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലിഡോ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ നിറയെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. പിന്നെ കുറേ ഡെസേർട്ടും പിന്നെ എന്താണ് രസഗുള, പിന്നെ ഇന്ത്യൻ ചാട്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിറയെന്ന് വെച്ചാൽ നിറയെ ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്, കുറേ സാലഡ്സ്. അപ്പോൾ ഞാൻ കൂടുതലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ സാലഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ടൈപ്സ് ഓഫ് സാലഡ് അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ക്യാപ്റ്റൻസിൻ്റെ ഡെക്ക്. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ദുബായ് എത്താറായി. അപ്പം നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ബുർജ് ഖലീഫയൊക്കെ. അപ്പോൾ ആ സമയത്ത് അപ്പോൾ നമ്മൾ പോയ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ ആ ഒരു ടൈമിലാണ് പോയത്. അപ്പോൾ നമ്മുടെ 3rd ഡേ എന്ന് പറയുന്നത് വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു അന്ന്. അപ്പോൾ അന്ന് ലാസ്റ്റ് കോൾ ഫെയർവെൽ സെലിബ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ എത്തി. അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും പുറത്ത് ഇറങ്ങി നിന്നിട്ട് വാലൻറ്റൈൻസ് ഡേയുടെ വിഷസൊക്കെ ഇങ്ങനെ പറയണുണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട്, അതായത് ഭയങ്കര റഷൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ അവർ ഇവിടെ നിന്ന് നമ്മളെ പുറത്തോട്ട് ഇറക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഷിപ്പിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ ലഗേജൊക്കെ അവർ നേരത്തെ പോലെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് വിട്ടത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്